കൊല്ലം തേവലക്കര 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വൈദ്യുതി സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് മന്ത്രി മടക്കി അയച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട വൈദ്യുതി വകുപ്പിലെ കുറ്റക്കാരെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകണമെന്നാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ആവശ്യം. വൈദ്യുതി വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ഒരുപോലെ പരാമർശിക്കുന്ന റിപ്പോർട്ടിൽ കുറ്റക്കാരുടെ പേരില്ല. വ്യക്തിപരമായി ആരും ഉത്തരവാദികളുമല്ല. 9 വർഷമായി വൈദ്യുതി ലൈൻ സ്കൂളിനുള്ളിലൂടെ കടന്നു പോകുന്നു. അത് വീഴ്ചയായി കണക്കാക്കുന്ന റിപ്പോർട്ടിൽ വൈദ്യുതി ലൈനിന് താഴെ ഷെഡ് പണിതത് തെറ്റാണെന്നും പറയുന്നുണ്ട്. എന്നാൽ വീഴ്ച വരുത്തിയവരുടെ പേര് വിവരങ്ങളും കുറ്റവും ചേർത്ത് പുതിയ റിപ്പോർട്ട് നൽകാനാണ് വൈദ്യുതി മന്ത്രിയുടെ നിർദ്ദേശം. വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് വൈദ്യുതി സുരക്ഷാ കമ്മീഷനോട് റിപ്പോർട്ട് മന്ത്രി തേടിയത്. വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പിരിച്ചുവിട്ട് ഭരണം സർക്കാർ ഏറ്റെടുത്തിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീടിനു മുന്നിൽ വയോധികയെ വൈദ്യുതാഘാതമേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവൻപാറ സ്വദേശി ലീലാമണിയാണ് മരിച്ചത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്ന ലൈനിൽ നിന്നാണ് വൈദ്യുതാഘാതമേറ്റത് എന്നാണ് വിവരം.